സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ജെൽ, അതായത് നമ്മുടെ അലോവേര ജെല്ല് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അതായത് ഈ ഒരു അലോവേര ജെൽ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ധാരാളമായിട്ടൊക്കെ വളരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും അത്രയ്ക്ക് അറിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ സ്കിന്നിനും ഹെയറിനും മാത്രമാണ് ഇത് യൂസ് ആവുന്നതെന്നാണ്. പക്ഷെ നമ്മളിത് ഉള്ളി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളുടെ ശരീരത്തിലെ എക്സ്ട്രാ കൊഴുപ്പൊക്കെ കത്തിച്ച് കളയാൻ പറ്റിയ ഒരു നല്ല ജ്യൂസാണ് ഈ ഒരു അലോവേര ജെൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഡൈജഷൻ പ്രോബ്ലം, അതായത് ദഹനക്കുറവ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ് ഇത്. പിന്നെ ഷുഗർ പേഷ്യൻ്റ് ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവർക്കും ഒക്കെ കൊടുത്തു നോക്കൂ. അവരുടെ ഷുഗർ ലെവലൊക്കെ തീർച്ചയായിട്ടും കുറയുന്നതായിട്ട് കാണാം. അപ്പം ഈ ഒരു ജ്യൂസ് നിങ്ങൾ വീട്ടിലുണ്ടാക്കി കുടിച്ച് നോക്കുക. ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുക. അപ്പോൾ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു അലോവേര ജെല്ലിൻ്റെ ഈ ഒരു സ്കിന്നൊക്കെ ഒന്ന് എടുത്തിട്ട് അതിനകത്തെ ജെല്ലാണ് നമുക്ക് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു മഞ്ഞ കളറിൽ ഇവിടെ ഇങ്ങനെ ഒരു ദ്രാവകം പോലെ ഒരു സാധനം വരില്ല, അതൊക്കെ നമുക്ക് കഴുകി കളയാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് ഈ ഒരു ജെല്ല് മാത്രമാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ജെല്ല് എടുത്തിട്ട് കാണാം. അപ്പോൾ ഞാൻ ഈ കറ്റാർവാഴയിൽ നിന്ന് ഈ ജെല്ലെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജെല്ല് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത്രയൊരു ക്വാണ്ടിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തത് ഈ ജെല്ല് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഈ ജ്യൂസ് ഒന്ന് അടിക്കുമ്പോൾ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ജ്യൂസി പരുവത്തിൽ നമുക്ക് കിട്ടണമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു അലോവേര ജ്യൂസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാനിതൊരു വേറൊരു ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് 1 സ്പൂൺ ഇഞ്ചി നീരും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേനും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് കുടിക്കാവുന്നതാണ്. അപ്പം ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചിട്ട് വരിക. അപ്പോൾ മാത്രമാണ് നല്ല റിസൾട്ട് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ദഹന പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു അറിവ് പകർന്നു കൊടുക്കാവുന്നതാണ്. പിന്നെ ഷുഗർ പേഷ്യൻറ്റോ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ഒരു ജ്യൂസ് കുടിക്കാവുന്നതാണ്. അപ്പോൾ അവർക്ക് വേറൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവരുടെ ഷുഗറിൻ്റെ ലെവലൊക്കെ തീർച്ചയായിട്ടും കുറയുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.